എറണാകുളം തമ്മനം സൗത്ത് ജനതാ റോഡിൽ ബൈക്ക് വർക്ക്ഷോപ്പിന് തീപിടിച്ചു. വാഹനങ്ങൾ അഗ്നിക്കിരയായി. തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി അനൂപ് മോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഇത് എപ്പോഴാണ് സംഭവം? വളരെ വലിയ തീയാണെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പാണ് ഇപ്പോൾ ബൈക്ക് വർക്ക്ഷോപ്പിന് തീ പിടിച്ചിരിക്കുന്നത്. പ്രീമിയം ബൈക്ക് നന്നാക്കുന്ന അല്ലെങ്കിൽ ശരിയാക്കുന്ന ബൈക്ക് വർക്ക്ഷോപ്പാണ്. തീ ആളിപ്പടരുന്നുണ്ട്. അകത്ത് ഒരുപാട് വണ്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ തീ ഇതുവരെയ്ക്കും ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബക്കറ്റുകളിൽ വെള്ളം കോരി ഒഴിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഫയർഫോഴ്സ് ഇതുവരെയും എത്തിയിട്ടില്ല. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ റോഡൊക്കെ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. വണ്ടികളൊന്നും വിടുന്നില്ല. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിന് ചുറ്റും പരിസരത്ത് മറ്റ് അനേകം വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. എന്തായാലും അതിന്റെ വിഷ്വൽസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. എന്തായാലും അതിലേക്ക് ഉടൻ ആ വിഷ്വൽസ് നമുക്ക് ഉടൻ തന്നെ എത്തിക്കേണ്ടതുണ്ട്. ഞാൻ എന്തായാലും അതിലേക്ക് വരാം. സൗത്ത് ജംഗ്ഷനിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സമീപത്ത് ഒരുപാട് വീടുകളുണ്ട് എന്നതാണ് അനൂപ് നൽകുന്ന വിവരം. ഇത് പ്രീമിയം ബൈക്കുകൾ, അതായത് വില കൂടിയ ലക്ഷറി ബൈക്കുകൾ നന്നാക്കുന്ന ഒരു ഷോറൂമാണ്, വർക്ക്ഷോപ്പാണ് എന്നുള്ളതാണ് അനൂപ് പറഞ്ഞത്. ഏകദേശം 20 മിനിറ്റോളമായി ഈ തീപിടുത്തം അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും തമ്മനം മേഖല ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ആ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. അതിന് പിന്നാലെ ഈ തീപിടുത്തമുണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും ആ തിരക്ക് നിയന്ത്രണ വിധേയമല്ലാതാകുന്നൊരു സ്ഥിതി കൂടി ഉണ്ടാകും. മറ്റ് വലിയ വാഹനങ്ങൾക്ക് അതിലൂടെ പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ചെറുതല്ലാത്ത രീതിയിലുണ്ട്. എന്നിരുന്നാൽ പോലും ഫയർഫോഴ്സിൻ്റെ സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാൻ ഉടൻ തന്നെ ശ്രമം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 20 മിനിറ്റോളമായിട്ടും തീപിടുത്തമുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു വർക്ക്ഷോപ്പാണ്. എണ്ണ, ഓയിൽ, പെട്രോൾ പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ആ വാഹനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ വർക്ക്ഷോപ്പിനകത്തുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തീ വലിയ രീതിയിൽ ആളിപ്പടരാനുള്ള സാധ്യതയാണുള്ളത്. സമീപത്തെ വീടുകളിലും അതോടൊപ്പം കടകളിലുമുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക, തീ അണയ്ക്കാനുള്ള ശ്രമം വളരെ പെട്ടെന്ന് ഊർജിതമാക്കുക എന്നുള്ളതാണ്. പക്ഷേ സാധാരണ മനുഷ്യ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ചെറിയ തോതിലുള്ള തീയണയ്ക്കൽ ശ്രമങ്ങൾ ഇവിടെ വലിയ രീതിയിൽ ഫലപ്രദമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സിൻ്റെ വലിയൊരു ആവശ്യം ഇവിടെ വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് തീയടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണ തോതിൽ വിജയം കാണുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. 20 മിനിറ്റിലേറെയായി ആ തീ പടരുകയാണ്. സമീപത്തെ കടകളിലേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് വീടുകളുണ്ട്, ആളുകളുണ്ട്, കുട്ടികളുണ്ട്. വൈകുന്നേര സമയമാണ്. കടകളും കാര്യങ്ങളും കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിയും മറ്റും കഴിഞ്ഞ ആളുകൾ വീടുകളിലേക്കും മറ്റും പോകുന്നൊരു സമയം കൂടിയാണ്. തമ്മനം പോലുള്ള എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് പാനിക്കായിട്ടുണ്ട്. ആളുകൾ പലയിടങ്ങളിലേക്ക് മാറുന്നുണ്ട്. സായാഹ്നം ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. തിരക്ക് സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരക്കിൻ്റെ തോത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും ആ തിരക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം അവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം, ദൗത്യം തുടങ്ങാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഏറെ നേരം മുന്നേ തന്നെ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ തീ അണയ്ക്കാനുള്ള ശ്രമം ഫലവത്തായിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് 20 മിനിറ്റായി ആളിപ്പടരുന്ന തീ. അത് മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാൻ, മറ്റാളുകളിലേക്ക്, മറ്റ് വീടുകളിലേക്കോ കടകളിലേക്കോ പടരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നോക്കുന്നത്. തീപിടുത്തത്തിൻ്റെ കാരണമടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട്, ഒരു 2 വീലർ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് അതിനുള്ളിൽ നിന്നുള്ള ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് മൂലമോ ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ പോലും അതിനുള്ളിലുള്ള യന്ത്ര സംവിധാനങ്ങൾ, ഓയിൽ, പെട്രോൾ തുടങ്ങിയവ ആ തീ ആളിക്കത്താനുള്ള സാധ്യത കൂടുതലേറ്റുകയാണ്. അനൂപ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അനൂപ്, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. എന്നാലും തീ അകത്ത് ആളിക്കത്തുകയാണ്. അകത്ത് ഒരുപാട് ബൈക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ, ആ ബൈക്കുകളിലെല്ലാം പെട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ തീ തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് ചുറ്റും താമസിക്കുന്നവരെല്ലാം പുറത്തെത്തിച്ചിട്ടുണ്ട്. ചുറ്റും വീടുകളുണ്ട്, ഉയർന്ന കെട്ടിടങ്ങളുണ്ട്. പുക എല്ലായിടത്തേക്കും പോവുകയാണ്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം ശക്തമായി തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ബൈക്കുകളുണ്ട്. ശരിയാക്കാൻ കൊണ്ടുവന്ന, റിപ്പയറിന് കൊണ്ടുവന്ന ബൈക്കുകൾ അതിനകത്ത് ഒരുപാടുണ്ട്. അതിലെല്ലാം പെട്രോൾ ഉണ്ട്. ഒപ്പം തന്നെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പെട്രോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായി തന്നെ ആളിക്കത്തുകയാണ്. പ്രദേശത്താകെ പുക പടർന്നിരിക്കുന്നു. ശക്തമായ തീ ആളിക്കത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1 യൂണിറ്റ് ഫയർഫോഴ്സും കൂടി എത്തേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.
കത്തുകയാണ്. അതിനകത്ത് പിന്നെ തൊഴിലാളികൾ ഇല്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന സൂചന. നമ്മൾ ചോദിച്ചിരുന്നു തൊഴിലാളികൾ ഉണ്ടോ എന്ന്. അപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ഇല്ല, തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല.